കണ്ണൂർ കോർപ്പറേഷൻ 10 വർഷം പിന്നിടുമ്പോൾ കാലാവധി പൂർത്തിയാക്കും മുമ്പ് വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഭരണസമിതി. സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമായതായി മേയർ. നവംബർ 1-ന് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉദ്ഘാടനം MP കെ സുധാകരൻ നിർവഹിക്കുമെന്നും മേയർ മുസ്ലിം മഠത്തിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങൾ അത് സമൂഹ മധ്യയെ അറിയിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനത്തിലെ പ്രധാന ലക്ഷ്യം. കോർപ്പറേഷൻ രൂപീകരിച്ചിട്ട് 10 വർഷം പൂർത്തിയാകാനിരിക്കുന്നു. ഈ 10 വർഷത്തിനിടയിൽ 6.5 വർഷമാണ് കോർപ്പറേഷൻ UDF സംവിധാനം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് ആദ്യത്തെ 3.5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളും തുടർന്ന് UDF സംവിധാനം വന്ന കാലഘട്ടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി താരതമ്യം ചെയ്യാൻ കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. 2020 ബഹുമാന്യായ TO മോഹൻ മേയറായി അധികാരമേൽക്കുകയും UDFന്റെ ധാരണ പ്രകാരം 2024 ജനുവരിയിൽ അദ്ദേഹം രാജിവെക്കുകയും തുടർന്ന് ഞാൻ മേയറായി വരികയും ചെയ്തു. ഈ കാലയളവിൽ TO മോഹന്റെ കാലഘട്ടത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ അതിന്റെ പൂർത്തീകരണം അതോടൊപ്പം പുതുതായി ഉപയോഗിക്കപ്പെട്ട രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ UDF സംവിധാനത്തിന്റെ ഭാഗമായി UDFന്റെ വികസന കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളാണ് 2020 മുതൽ ഞങ്ങൾ നടപ്പിലാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ 2020-25 കാലഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങൾ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് വികസന പദ്ധതികൾ കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അറിയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുകയാണ്. നാളെ, അതായത് കേരള പിറവി ദിനത്തിൽ ആദ്യം രാവിലെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ബഹുമാനായ MPക്ക് ചെറിയ അസൗകര്യം കാരണം 4 മണിക്കേക്ക് അത് മാറ്റിയിട്ടുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്ക് മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ച മിക്ക പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. കോർപ്പറേഷൻ പരിധിയിലെ മുഴുവൻ വീടുകൾക്കും കുടിവെള്ള കണക്ഷൻ നൽകി വീടുകൾക്ക് പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കണക്ഷൻ നൽകുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ കോർപ്പറേഷൻ പരിധിയിൽ 2000-ഓളം റോഡുകൾക്ക് ടാറിംഗ്, നിരവധി നടപ്പാതകൾ ഇന്റർലോക്ക്, കോൺക്രീറ്റ് തുടങ്ങിയവ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. സ്വന്തമായി കിടപ്പാടമില്ലാത്ത 116 പേർക്ക് വീട് വയ്ക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതിന് 5 ലക്ഷം രൂപ വീതം നൽകി. മുൻഗണന പ്രകാരം ഇവർക്ക് തന്നെ വീടിനുള്ള ധനസഹായവും അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീട് വാസയോഗ്യമാക്കൽ പദ്ധതിയിൽപ്പെടുത്തി ഏകദേശം 2000-ഓളം പേർക്ക് 1 ലക്ഷം രൂപ വീതം ധനസഹായം നൽകി. സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, പട്ടികജാതി, പട്ടികവർഗം, മത്സ്യത്തൊഴിലാളികൾ എന്നിങ്ങനെ ഓരോ വിഭാഗത്തിന്റെയും ക്ഷേമത്തിനും ഉന്നമനത്തിനും വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും കൂടാതെ പൂർത്തീകരിച്ച പദ്ധതികൾ ഉദ്ഘാടനം കഴിഞ്ഞ് ജനങ്ങൾക്ക് തുറന്നു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഇന്ന് നാപ്കിൻ മുക്ത കോർപ്പറേഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് മുഴുവൻ സ്ത്രീകൾക്കും മെൻസ്ട്രൽ കപ്പ് വിതരണത്തിന് മുന്നോടിയായുള്ള ബോധവൽക്കരണ ക്ലാസ് ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലായി കീഴ്ത്തള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള വനിതാ ഹോസ്റ്റൽ, വനിതാ വൃദ്ധമന്ദിരം, ചാലക്കുന്ന് വാട്ടർ ടാങ്ക് നിർമ്മാണ പ്രവൃത്തി, കൂടാതെ ദസറയോടനുബന്ധിച്ച് നടത്തിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സമ്മാന വിതരണം, നഗരശ്രീ അവാർഡ് വിതരണം എന്നിവ നടക്കുമെന്നും മേയർ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P ഷമീമ ടീച്ചർ, MP രാജേഷ്, VK ശ്രീലത, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളയാവൂർ, TO മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.